സംസ്ഥാന സമ്മേളനം മാർച്ച് മാസം 6, 7, 8, 9 തീയതികളിലായിട്ട് കൊല്ലത്ത് വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പതാക, കുടിമരം, ദീപശിഖ, ഈ 3 മേഖലകളിൽ നിന്നായുള്ള ജാഥകളും 1-ാം തീയതി മുതൽ വ്യത്യസ്ത ദിവസങ്ങളിൽ പര്യടനം നടത്തി കൊല്ലം സമ്മേളന നഗരിയിൽ എത്തിച്ചേരുകയാണ്. സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ഫെബ്രുവരി മാസം 17-ാം തീയതി കേരളത്തിലുടനീളം പഴയകാല പാർട്ടി നേതാവായ സഖാവ് NSൻ്റെ ചരമദിനത്തിന് ഫെബ്രുവരി 17-ന് പതാക ദിനം ആചരിക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ ഘടകങ്ങളിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലാകുകയും സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പതാക ദിനം വലിയ വിജയമാക്കുന്നതിന് വേണ്ടി സഖാക്കൾ തയ്യാറെടുത്ത് കൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ബഡ്ജറ്റിൻ്റെ കേരള വിരുദ്ധ സമീപനത്തെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടും ജനങ്ങൾക്കിടയിൽ വലിയ പ്രചാരവേല സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രചരണ പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ വളരെ സജീവമായിട്ട് കേരളത്തിലുടനീളം നടന്നു വരികയാണ്. കേരളമെന്ന സംസ്ഥാനത്തെ തന്നെ മായ്ച്ചു കളയാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കഴിഞ്ഞ കേന്ദ്ര ബഡ്ജറ്റ് എന്നെല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നിരന്തരം വാർത്തകൾ ചമക്കുന്ന പ്രധാനപ്പെട്ട വാർത്താ ചാനൽ സംവിധാനങ്ങൾക്ക് പോലും വലിയ രീതിയിൽ പ്രതിഷേധിക്കേണ്ടി വന്ന ഒന്നായിരുന്നു കേരള വിരുദ്ധമായ കേന്ദ്ര ബഡ്ജറ്റ്. കേന്ദ്ര ബഡ്ജറ്റിൻ്റെ ഭാഗമായിട്ട് 25 ലക്ഷം കോടി രൂപയോളം സംസ്ഥാനങ്ങൾക്കായി നീക്കിവെക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ കേരളത്തിൻ്റെ വിഹിതമായി 40,000 കോടിയിൽ താഴെയാണ് നമുക്ക് ലഭിക്കുന്ന സ്ഥിതിയുള്ളത്. വയനാട് ദുരിതാശ്വാസത്തിനായി 2,000 കോടിയായിരുന്നു നമ്മുടെ പാക്കേജ് ആവശ്യപ്പെട്ടത്. കേരളത്തിലുടനീളം പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഉൾപ്പെടെ വന്യജീവി ശല്യം വളരെ ഗുരുതരമായ രീതിയിൽ ഓരോ ദിവസവും എന്ന നിലയിൽ ഉത്കണ്ഠപ്പെടുത്തുന്ന കാട്ടാനകളുടെയും വന്യജീവികളുടെയും ആക്രമണം കൂടി വരികയാണ്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഉത്തരവാദി സംസ്ഥാന ഗവൺമെൻറ്റാണെന്ന നിലയിലാണ് കേരളത്തിലെ പ്രതിപക്ഷവും കേരളത്തിലെ മിക്കവാറും മാധ്യമങ്ങളും അവതരിപ്പിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ വനസംരക്ഷണം ഉൾപ്പെടെയുള്ള കാര്യം, വന്യജീവി സംരക്ഷണത്തിൻ്റെ പേരിൽ ഒരു കാര്യവും ഇടപെടാൻ സാധിക്കാത്ത നിലയാണ് സംസ്ഥാന ഗവൺമെൻറ്റിനുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി. 1000 കോടി ഉറുപ്പികയുടെ ഒരു പാക്കേജ് വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ട് വയനാട് ദുരന്തത്തെ സംബന്ധിച്ചുള്ള പരാമർശം പോലും ഇല്ല എന്നതുപോലെ തന്നെ വന്യജീവി ശല്യം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കുന്നതിന് വേണ്ടി ഉണ്ടാവേണ്ടുന്ന നിലപാട്
1972 കേന്ദ്ര നിയമത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യവും ആലോചിക്കാനാവില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ ഡോക്ടർ ശിവദാസൻ്റെ ചോദ്യത്തിന് മറുപടിയായിട്ട് കൊടുത്തിരിക്കുകയാണ്.